ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളിയെക്കുറിച്ച് കേരളം അറിയുന്നത് 2011-ലാണ്. 2011 ഫെബ്രുവരി 1-ന് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. മറ്റൊന്നുമല്ല, സൗമ്യ എന്ന യുവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമി. ആ ഗോവിന്ദച്ചാമി പിടിയിലായതിനു ശേഷമാണ് അയാൾ ആരാണെന്ന് കേരളം അറിയുന്നത്. നമുക്കറിയാം, ആ ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്ത് എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ ഷൊർണൂരിലുള്ള വീട്ടിലേക്ക് വരുന്നതിനിടയിൽ വള്ളത്തോൾ നഗറിൽ വെച്ചായിരുന്നു സൗമ്യ ഒരു കവർച്ചയ്ക്ക് എത്തിയതായിരുന്നു ഗോവിന്ദച്ചാമി. തമിഴ്നാട് സ്വദേശിയാണ്. ഇയാൾ ട്രെയിനിൽ നിന്ന് ഇവരെ തള്ളി താഴെയിടുകയും അതിനുശേഷം അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത്. അതിനുശേഷം ഇവരുടെ പേഴ്സ് പരിശോധിച്ചപ്പോൾ 70 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ആ 70 രൂപ കണ്ടതോടുകൂടി കൂടുതൽ ഇയാൾ വയലൻ്റ് ആവുകയും അവിടെ ഉണ്ടായിരുന്ന കല്ലെടുത്ത് തലയ്ക്ക് അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് പുറത്തു വന്ന വിവരം. എന്തായാലും അതിനിഷ്ഠൂരമായ ഈ കൊലപാതകത്തിൽ നിന്നാണ് ഗോവിന്ദച്ചാമി ആരാണെന്ന് കേരളം അറിഞ്ഞത്. പിന്നീട് നമുക്കറിയാം, അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമമായിരുന്നു. ഈ ഷൊർണൂരിൽ നിന്ന് ബസ് മാർഗം പാലക്കാട്ടേക്ക് തിരിച്ചു. പാലക്കാടെത്തി പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തുകയും അവിടെ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. പോലീസിന് വലിയ സംശയമുണ്ടായിരുന്നു. പോലീസ് ഞാൻ പാവമാണ്, എന്നെ പിടികൂടരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ പോലീസിന് സംശയമുണ്ടാവുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നിരന്തരമായ ചോദ്യം ചെയ്യലുകൾക്ക് ഒടുവിലാണ് കുറ്റം സമ്മതിക്കുന്നത്. അതായത് അയാളുടെ ഈ ഗോവിന്ദച്ചാമിയുടെ ഷർട്ടിലുണ്ടായിരിക്കുന്ന ഒരു ചുവന്ന പാടുകൾ, അതായത് ഒരു ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പോലീസ് അന്വേഷണം ഇയാളെ പിടികൂടുന്നതും പിന്നീടുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നതും. എന്തായാലും അതിനു മുമ്പ് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഒരു കാരണവശാലും ഗോവിന്ദച്ചാമിയെ പുറത്തു വിടരുത്, കൃത്യമായ പരമാവധി നമ്മളെ നിയമം നിഷ്കർഷിക്കുന്ന ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കോടതിയിലെത്തിയപ്പോഴത്തേക്ക് നമുക്കറിയാം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളായി മാറി. അതിനുശേഷം സുപ്രീം കോടതി ഈ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ഒഴിവാക്കുകയും ജീവപര്യന്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തുന്നത്. 2012 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആത്മഹത്യാ ശ്രമം നടത്തി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു നീക്കങ്ങൾ സജീവമാക്കി ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ആരാണ് ഗോവിന്ദച്ചാമി എന്നതിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് പിന്നാലേക്ക് പോകേണ്ടതുണ്ട്. അതായത് സേലം വിരുദ്ധാചലം സ്വദേശിയാണ് ഗോവിന്ദച്ചാമി. അറുമുഖൻ എന്ന വിമുക്ത ഭടൻ്റെ 2 മക്കളുണ്ട്. സുബ്രഹ്മണ്യമെന്നും ഗോവിന്ദച്ചാമി എന്നും 2 മക്കളുണ്ട്. ഈ 2 മക്കളിൽ രണ്ടാമനാണ് ഗോവിന്ദച്ചാമി. വിമുക്ത ഭടനായ ശേഷം പിരിഞ്ഞു കിട്ടിയപ്പോൾ ലഭിച്ച 10 ലക്ഷം രൂപ ഈ അറുമുഖൻ സുബ്രഹ്മണ്യൻ്റെയും അതുപോലെ തന്നെ ഗോവിന്ദച്ചാമിയുടെയും അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 2003 ഇതുപോലെ തന്നെ മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുബ്രഹ്മണ്യനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ ഗോവിന്ദച്ചാമി അവിടെ നിന്നും പോകുന്നത്. പിന്നെ ഗോവിന്ദച്ചാമിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഗോവിന്ദച്ചാമി അവിടുത്തെ പ്രധാന ക്രിമിനലുകൾക്കിടയിൽ ചാർലി തോമസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തമിഴ്നാട്ടിൽ. ചാർലി തോമസ് പലതവണ ഇത്തരത്തിലുള്ള കവർച്ചയും മറ്റുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. മുംബൈയിലായിരുന്നു ആദ്യം. തമിഴ്നാട്ടിൽ നിന്ന് കുറച്ചു കാലം നിന്ന ശേഷം പിന്നെ മുംബൈയിലേക്ക് പോവുകയും മുംബൈയിൽ ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ചു വന്നു. അതായത് ട്രെയിനിലെ ഭക്ഷണം നൽകുന്ന അല്ലെങ്കിൽ ട്രെയിനിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളെന്ന വ്യാജേന ആണ് ഇയാൾ ട്രെയിനിൽ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ കവർച്ച നടത്തും. അതുപോലെ തന്നെ ഇയാളുടെ ഫോറൻസിക് പരിശോധനയെല്ലാം നടത്തി ഷേർലിവാസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഫോറൻസിക് വിദഗ്ധ ഷേർലിവാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇയാൾ ഭയങ്കര ക്രിമിനൽ വാസനയുള്ള ഒരാളാണ്. ഒപ്പം തന്നെ വലിയ ലൈംഗികാസക്തിയുള്ള ഒരാളാണ്. സ്ത്രീകളെ വേദനിപ്പിച്ചുകൊണ്ട് അതിക്രൂരമായി പീഡിപ്പിക്കുക എന്നുള്ളത് ഇയാളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ്. കാരണം രാത്രികളിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുക, അവിടെ സ്ത്രീകളെ അന്വേഷിച്ച് അലഞ്ഞു നടക്കുക, ഇതുപോലെ തന്നെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ടുകളും മറ്റും ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക, അവരെ സ്ത്രീകളെ അന്വേഷിക്കുക, അവരെ പൈസ കൊടുത്തിട്ടാണെങ്കിൽ പോലും വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് മടങ്ങുക, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. സൗമ്യയെ അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് നമുക്കറിയാം. ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശേഷം ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഇയാൾക്ക് പിന്നിൽ വലിയൊരു സംഘം തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. തമിഴ്നാട് കേരളത്തിലെ ട്രെയിനുകളിലെ പ്രധാന കവർച്ചാ സംഘത്തിൻ്റെ പെട്ട ആളാണ് ഇയാൾ. അതായത് കോയമ്പത്തൂർ, മധുര, ഇവിടെ നിന്ന് പാലക്കാട് വരെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ക്രിമിനലുകൾ ഉള്ള സ്ഥലമാണ്. നമുക്കറിയാം, സൗമ്യ അവിടെ നിന്ന് എറണാകുളത്തിൽ നിന്ന് ട്രെയിനിൽ കയറിയത് മുതൽ സൗമ്യയുടെ ഒപ്പം തന്നെ ഇയാളും കയറിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഇതുപോലെ നിരവധി കവർച്ചാ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് പോലീസും ഒപ്പം തന്നെ ആന്ധ്രയിലും ഇയാൾക്കെതിരെ കേസുണ്ട് എന്നുള്ളത് ഏറ്റവും പുതിയ വിവരം കൂടി കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ്.
ആന്ധ്രയിലും ഇതുപോലെ തന്നെ ട്രെയിൻ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കവർച്ച മാത്രമല്ല ആളുകളെ അതിക്രൂരമായി ആക്രമിക്കുക എന്നുള്ളത് ഇയാളുടെ ഒരു സ്ഥിരം ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ചിന്താഗതി ഈ ഗോവിന്ദചാമിക്കുണ്ട്. ഗോവിന്ദചാമി ജയിൽ ചാടി പിന്നീട് പിടിയിലാവുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും അയാൾ പുറത്തുണ്ടായിരുന്നെങ്കിൽ വലിയ നമ്മുടെ സമൂഹം വലിയ പേടിയോടെ തന്നെ വലിയ ഭയപ്പാടോടെ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്തായാലും പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഗോവിന്ദചാമിയെ നമ്മൾ മനസ്സിലാക്കണം. ഗോവിന്ദചാമിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള നിയമ നടപടിയായി മുന്നോട്ട് പോകുന്നതും ഗോവിന്ദചാമിക്ക് വേണ്ടി പണം ഇറക്കാനും തയ്യാറായ വലിയൊരു മാഫിയ, വലിയൊരു കവർച്ച സംഘം തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. BA ആളൂർ, അതായത് സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് BA ആളൂരിന് സാധാരണ നിലയിൽ ഇത്തരം കേസുകളിൽ BA ആളൂർ നേരിട്ട് ആ സംഭവം ഇപ്പോൾ കൂടത്തായി ആണെങ്കിലും അതുപോലെ തന്നെ ജിഷ കൊലക്കേസാണെങ്കിലും എല്ലാം ഈ BA ആളൂരിൻ്റെ ജൂനിയർ അഭിഭാഷകർ അവരെ നേരിട്ട് പോയി കണ്ട് കേസ് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നാണ് പറയുക. പക്ഷേ ഗോവിന്ദചാമിയിൽ സംഭവിച്ച് നേരെ തിരിച്ചായിരുന്നു. ആളൂർ തന്നെ പറഞ്ഞിട്ട് നാളെ വ്യക്തമാക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഗോവിന്ദചാമിക്ക് വേണ്ടി ഒരു സംഘം കുറച്ച് ആളുകൾ തന്നെ സമീപിക്കുകയും അവർ പണം നൽകുകയും ചെയ്തിരുന്നു. അവർ കൃത്യമായി തന്നെ അതിനാവശ്യമായ പണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ വധശിക്ഷ ലഭിച്ചിട്ട് പോലും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയും സുപ്രീം കോടതിയിൽ നിന്ന് വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്ത് അങ്ങനെ ഇതിന് പിന്നിൽ ഒരു വലിയ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം ആകാശപ്പറവുകൾ എന്ന് പറയുന്ന ഒരു സംഘടന ഇയാൾക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്തിരുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആ സമയത്ത് 2011-2012 കാലഘട്ടത്തിൽ പുറത്തു വന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും അത്തരത്തിൽ ഒരാൾ തന്നെയാണ്. മാത്രമല്ല ഇയാൾക്ക് വേണ്ടി ഇയാളുടെ അക്കൗണ്ടിൽ വലിയ തോതിൽ തന്നെ പൈസ ഉണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പുറത്തുവിട്ടതായിരുന്നു. എന്തായാലും ഇയാൾക്ക് വേണ്ടി നീക്കങ്ങൾ നടത്താൻ വലിയൊരു ലോബി പുറത്തുണ്ട്. ഒരു പക്ഷേ ജയിൽ ചാടിയ ശേഷം ഇയാൾ മറ്റ് ട്രെയിൻ മാർഗവും മറ്റും രക്ഷപ്പെടുകയായിരുന്നെങ്കിൽ ഇനി തിരിച്ചു കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം സേലത്തെ തിരുട്ട് ഗ്രാമത്തിലെല്ലാം ഇയാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാളെ തിരിച്ചു കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഇത്തരത്തിലുള്ള ക്രിമിനലുകളും കവർച്ചാ സംഘങ്ങളും മറ്റ് മോഷ്ടാക്കളും എല്ലാം തന്നെ വിഹരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത്. സേലത്തെ വിരുദുനഗർ. പക്ഷേ സേലവുമായിട്ട് ഇയാൾക്ക് പിന്നീട് ബന്ധമൊന്നും കാര്യമായി ഉണ്ടായിട്ടില്ല. വീട്ടിലേക്കൊന്നും പോകാറില്ല. തൻ്റെ ഒരു സഹോദരിക്ക് വേണ്ടിയിട്ടാണ് താൻ ഇത്തരത്തിൽ ഇത് ചെയ്തത്, ഇങ്ങനെ കവർച്ച നടത്തുന്നു എന്നുൾപ്പെടെയുള്ള കാര്യം പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ഇയാൾക്കൊരു സഹോദരി ഇല്ല എന്നതുൾപ്പെടെയുള്ള കാര്യവും പുറത്തു വന്നതാണ്. എന്തായാലും ഇതൊന്നും തന്നെ ബാധിക്കുന്ന, എത്ര ജയിലിൽ കിടന്നാലും ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. താൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ജയിൽ ചാടും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ കൃത്യമായി ഇയാൾക്കുണ്ട്. അത് ഇന്നും നമ്മൾ കണ്ടതാണ്. കാരണം മാത്രമല്ല ഇയാളുടെ ജീവിതം വളരെ ചിട്ടയായ ജീവിതമാണ്. കൃത്യമായ സമയത്ത് കൃത്യമായ ഭക്ഷണം കഴിക്കും. ഒപ്പം തന്നെ വ്യായാമം വളരെ കൃത്യമായി തന്നെ 2 നേരം വ്യായാമം നടത്തുന്ന ഉൾപ്പെടെ പോലീസ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നല്ല തടി ഉണ്ടായിരുന്നു. തടി കുറയ്ക്കാൻ വേണ്ടി അരി ഭക്ഷണം പരമാവധി കുറയ്ക്കുക. വൈകുന്നേരങ്ങളിൽ 2 ചപ്പാത്തിയും അതിന് ആവശ്യമായ കറിയും മാത്രമായിരുന്നു കഴിക്കുക. അങ്ങനെ തടി കുറച്ച ശേഷം ശരീരം കൂടുതൽ വഴങ്ങുന്ന രീതിയിലേക്ക് മാറുകയും അപ്പോഴും ആരോഗ്യ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നു. കാരണം അത്രത്തോളം ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ഇയാളുടേത്. കാരണം ഒരു കൈപ്പത്തി ഇല്ലെങ്കിൽ പോലും അതിൽ നിന്ന് ഇത്തരത്തിലൊരു ജയിൽ ചാടാനൊക്കെ കഴിയുക എന്നുള്ളത്, മറ്റു സഹായം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് കഴിയുമോ എന്നുള്ളത് പോലും സംശയമാണ്. എന്തായാലും ആ ഒരു കൈയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വലിയ കവർച്ചകളും മറ്റും നടത്തിയത്. ഈ കൈ പോയത് എങ്ങനെയാണ്? ട്രെയിനിൽ ഒരു കവർച്ച നടത്തുന്നതിന് ഇടയിലുള്ള അപകടത്തിലാണ് കൈ നഷ്ടപ്പെട്ടത്. കൈയിൻ്റെ ഇടതു കൈപ്പത്തി നഷ്ടപ്പെട്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇയാളെക്കുറിച്ച് കൂടുതൽ തമിഴ്നാട് പോലീസിന് അറിയാവുന്നത്, തമിഴ്നാട്ടിൽ നിരവധി കേസുകളുണ്ട്. ചാർലി തോമസ് എന്ന പേരിൽ കേസുകളുണ്ടായിരുന്നു. ആകാശപ്പറവുകൾ എന്നുള്ള സംഘടന ഇയാളെ സഹായിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇനിയും പരമാവധി ശിക്ഷ എന്നുള്ള രീതിയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. കാരണം സുരക്ഷ വളരെ പ്രധാനമാണ് ജയിലുകളിലെ. ആ സുരക്ഷയിലാണ് വലിയ പാളിച്ച വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു നൊട്ടോറിയസ് ക്രിമിനൽ വരുന്നതും. അയാൾ ആദ്യം ഒരു വീട്ടിൽ ഒളിക്കുന്നു, പോലീസ് വളയുന്നതോടുകൂടി കിണറ്റിലേക്ക് ചാടുന്നു. കിണറ്റിൽ ഒരു കയ്യിൽ കയറ് പിടിച്ചുകൊണ്ടാണ് തൂങ്ങി നിൽക്കുന്നത്. കാരണം അത്രത്തോളം ഇച്ഛാശക്തി, അത്രത്തോളം ഒരു മാനസികമായ ധൈര്യം കൂടി ഉള്ള ഒരാളാണ്. അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആ ട്രെയിനിൽ നിന്ന്. മാത്രമല്ല മുംബൈയിൽ പോയ ശേഷം ട്രെയിനിലേക്ക് ചാടിക്കയറുകയും ഓടിക്കൊണ്ടിരിക്കുന്ന വലിയ സ്പീഡിലല്ലെങ്കിൽ പോലും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ, സ്റ്റേഷനിൽ നിന്നല്ല ട്രെയിൻ എടുത്ത ശേഷം ആ ട്രെയിനിലേക്ക് ഓടിക്കയറുകയും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ കവർച്ച നടത്തിയ ശേഷം താഴേക്ക് ചാടാനും വൈദഗ്ധ്യം നേടിയ ആളാണ്. അത് സൗമ്യ വിഷയത്തിലും നമ്മൾ കണ്ടതാണ്. ഇത് മുംബൈയിൽ നിന്നോ മറ്റോ ഇയാൾ പഠിച്ചെടുത്തതാണ്, ഇത്തരത്തിലുള്ള കവർച്ചാ സംഘത്തിൽ നിന്ന് പഠിച്ചെടുത്തതാണെന്നുള്ള സംശയം പോലീസിനുണ്ട്. തമിഴ്നാട് പോലീസ് ഉൾപ്പെടെ ഇത് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഗോവിന്ദചാമിയെ വീണ്ടും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. അത് വലിയ കാര്യം തന്നെയാണ്. കാരണം ഇനി ഒരു കാരണവശാലും പുറംലോകം ഇയാൾ കാണരുത് എന്നുള്ളതാണ്. കാരണം അത്രയും കൊടും കുറ്റവാളിയാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല,
മാത്രമല്ല പുരുഷന്മാർക്ക് പോലും ഇത്തരത്തിലുള്ള കവർച്ചയും കൊലപാതകവും ബലാത്സംഗവുമായി നടക്കുന്ന ഒരാളെ ഒരു കാരണവശാലും പുറം ലോകം കാണിക്കാതിരിക്കുക, അതിന് കുറ്റമറ്റ രീതിയിലുള്ള വളരെ സുരക്ഷിതമായ ഒരു സംവിധാനത്തിൻ്റെ ഇയാളെ താമസിപ്പിക്കുകയും അത് കൃത്യമായി നോക്കുന്നതിനുള്ള മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് എന്തായാലും കേരളത്തിലെ ജയിലുകളിൽ ഉണ്ടാവേണ്ടത്.